ഓക്കെ, അപ്പൊ ഇനി അധികം കഥയും ഇതൊന്നും ആവശ്യമില്ല അല്ലെ, നേരെ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പോൾ സർക്കിൾസിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. സർക്കിൾസിന് മുന്നേ ആക്ച്വലി ട്രയാങ്കിൾസിലാണ് ഇതൊക്കെ വരാം, ട്രയാങ്കിൾസിന്റെ ബാക്കിയായിട്ടാണ് സർക്കിൾസ് വരാം. പക്ഷെ നമുക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് എടുക്കുന്നത് കേട്ടോ. സോ എന്തൊക്കെയാണ് നമ്മൾ ട്രയാങ്കിൾസിൽ പഠിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടോ? എസ് റൂൾ ഉണ്ടായിരുന്നു, ASA ഉണ്ടായിരുന്നു, AS ഉണ്ടായിരുന്നു, RHS ഉണ്ടായിരുന്നു, ആൻഡ് SSS ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് ഈ SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പറഞ്ഞുതരാം, ആർക്കൊക്കെ ഓർമ്മയുണ്ട് നോക്കട്ടെ. SAS ആർക്കറിയാം, ASA ആർക്കറിയാം, AS ആർക്കറിയാം, RHS, SSS വേഗം വേഗം പറയുവാണെങ്കിൽ നമുക്ക് വേഗം വേഗം പോവാം. ആരാണ് സാർ തരാൻ പോണേ? റബേക്ക എന്താണ് SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹായ്. സിമ്പിൾ ആയിട്ട് മോക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഒന്നും വേണമെന്നില്ല, സിമ്പിളി മോക്ക് അറിയാവുന്ന പറഞ്ഞു. കാണാതെ പഠിച്ചു വെച്ചേക്കോളോ. ഓക്കെ, സോ എന്നാൽ അടിപൊളി. ഓക്കെ ഓക്കേടാ, അടിപൊളി. സോ എന്താണ് SAS എന്ന് പറഞ്ഞാൽ? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണം രണ്ട് സൈഡും, അതോടൊപ്പം തന്നെ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇപ്പൊ ഞാൻ പറയുവാണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്ന 5 ആണ്, ഈ ഒരു സൈഡ് 6 ആണ്. ഇവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആംഗിൾ ഞാൻ പറയുന്നു 30 ഡിഗ്രി ആണെന്ന് പറയും. തൊട്ടപ്പുറത്ത് ഇവിടെ ഞാൻ 5 കൊടുക്കുന്നു, ഇവിടെ ഞാൻ 6 കൊടുക്കുന്നു, ഇൻക്ലൂഡഡ് ആയിട്ട് ആര് കിടക്കുന്നു? 30 ഡിഗ്രി. ഇവിടെ നോക്കിയടാ, 5 ഇവിടെ ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. ഇൻക്ലൂഡഡ് ആയിട്ട് ആരുണ്ട്? സെയിം ആംഗിൾ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യരോ. ഇതാണ് നമ്മൾ പഠിക്കുന്ന SAS എന്ന് പറയുന്നത്. സോ ASA പറയാൻ വേണ്ടി സാർ എനിക്ക് അടുത്തൊരാളെ തരുമോ? ആരെയാണ്? വേഗം കേട്ടോ. സൂര്യ എന്താണ് കൂട്ടാ ASA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആ, ഒരാംഗിളോ? ഓക്കെ, നമുക്ക് നോക്കാം. എന്റെ മോനെ എന്താ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ എന്താണ് ASA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് ആംഗിളും അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡ്. ഇപ്പൊ ആള് പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇവിടെ 30 എടുക്കുന്നു, ഇവിടെ ഒരു 60 എടുക്കുന്നു വിചാരിക്കാം. ഇൻക്ലൂഡഡ് ആയിട്ട് രണ്ട് ആംഗിളും കൂടി വരുന്ന ഇൻക്ലൂഡഡ് സൈഡ് ഇല്ലേ, അത് ഞാനൊരു 5 എടുക്കുന്നു. ക്ലിയർ? ഇനി തൊട്ടടുത്ത ട്രയാങ്കിളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 60 കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയടാ, 30x60 ഉണ്ട്, അവിടെയും 30x60 ഉണ്ട്. ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഈ സൈഡ് അല്ലേ? ആണോ? അപ്പൊ അവിടെയും 5 തന്നെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്. ബൈ ഏതാണ്? രണ്ട് ആംഗിൾസ് ഇൻക്ലൂഡഡ് സൈഡ് ASA ആണ്. ഓക്കെ ആണോ? ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് AS ആണ്. സാർ അടുത്തൊരാൾ തരുമോ AS പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്? ആരെയാണ് സാർ? അമ്മയി പറഞ്ഞാട കൂട്ടാ, എന്താണ് AS എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആ സൈഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇൻക്ലൂഡഡ് സൈഡ് ആവാൻ പറ്റോ? നോൺ ഇൻക്ലൂഡഡ് സൈഡ് ആവണം അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 30 എടുത്തു, ഇവിടെ ഞാനൊരു 60 എടുത്തു, ദെൻ ഇവിടെ ഞാനൊരു 5 എടുത്തു. ക്ലിയർ? ഞാൻ പേരൊക്കെ തരാം കേട്ടോ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഇവിടെ ഞാൻ P കൊടുക്കുന്നു, Q കൊടുക്കുന്നു, R കൊടുക്കുന്നു. ഞാൻ ഇവിടെ 30 വരുന്നു, ഇവിടെ 60 വരുന്നു, ഞാൻ ഇവിടെ 5 കൊടുത്തു. ഇവർ രണ്ടുപേരും AS ആവുമെങ്കിൽ എല്ലാവരും ഒരു ആറ്റരോ. എല്ലാത്തിനെയും പിടിച്ചിടിക്കേണ്ട സമയമായിട്ടുണ്ട്. ആവോടാ? ഇല്ല. എന്തുകൊണ്ടാവില്ല? ആർക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ടാവില്ല? റോഷൻ പറഞ്ഞാടാ കൂട്ടാ, എന്തുകൊണ്ടാവില്ല? കറസ്പോണ്ടിങ് സൈഡ്സ് ആവണം അല്ലെ. രണ്ട് ആംഗിളുകൾ ഇവിടെ ഉണ്ട്, അവിടെയും സെയിം ആംഗിൾ ആണ്. പക്ഷേ ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 5 കിടക്കുന്നതെങ്കിൽ ഇവിടെയും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നെ ആര് വരണമായിരുന്നു? 5 വരണമായിരുന്നു. എന്നാലാണ് നമ്മൾ എന്ത് പറയുള്ളൂ? AS എന്ന് പറയാൻ പറ്റുള്ളൂ. കറസ്പോണ്ടിങ് ആയിരിക്കണം. ഓക്കെ ആണെങ്കിൽ ഒരു ഡാറ്റ ഡൺ. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് RHS എന്ന് പറയുന്നത്. RHS എന്ന് പറയുന്നത് 90 ഡിഗ്രി. അത് ഞാൻ ഒന്ന് വേഗം പറഞ്ഞു പോട്ടെ. 90 ഡിഗ്രി വരുന്ന സമയത്ത് നമ്മൾക്കറിയാം ഒരു ആംഗിൾ 90 ആണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിൾസിനെ പറയുന്ന പേര് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്നാണ്. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഈക്വൽ ആയാൽ മതി? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്കാരാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അപ്പൊ ഹൈപ്പോട്ടന്യൂസും ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പൊ ഞാൻ ഹൈപ്പോട്ടന്യൂസ് നോക്കുമ്പോൾ ഇവിടെ ഒരു 6ഉം ഇവിടെ ഒരു 6 ആണെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1, ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവര് RHS കോൺഗ്രുവൻസി അനുസരിച്ചിട്ട് കോൺഗ്രുവന്റ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ ഒരു രാജ്യരോ ഹൈപ്പോട്ടന്യൂസും ഏതെങ്കിലും ഒരു സൈഡ് മറ്റൊരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിനും ഏതെങ്കിലും ഒരു സൈഡിനും ഈക്വൽ ആയാൽ മതി.
ദെൻ അടുത്ത ഒരാളാണ് SS, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. സാർ എനിക്ക് ഒരാൾ തരുമോ? ആരെ തരും? ആദർശ് കൂട്ടാ. എന്താണ് നമ്മളുടെ SS റൂൾ എടാ? ഇത്ര ഉള്ള പരിപാടി. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 4, ഇവിടെ ഒരു 3 ആൻഡ് ഇവിടെ ഒരു PQR ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 4. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ സൈഡുകളും അല്ലെ, ഇവിടുത്തെ 3 സൈഡ്സ് അടുത്ത ട്രയാങ്കിളിലെയും 3 സൈഡ്സിന് ഈക്വൽ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്. ഓക്കെ ആണെങ്കിൽ നല്ലൊരു ആച്ചാന്നേ. ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൺ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചധികം തിയറംസ് ഒക്കെ പഠിച്ചില്ലേ? എന്തൊക്കെയാണ് ആ തിയറംസ് എന്നൊന്ന് വേഗം പറഞ്ഞു പോയാലോ? എന്തൊക്കെയാണ് തിയറംസ്? തിയറം നമ്പർ 1 ഈക്വൽ. എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യണോട്ടോ എല്ലാവരും. എന്താണ് തിയറം 1? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ. എന്താണ് അതിന്റെ മീനിങ്? സാർ എനിക്ക് ഒരാളെ തരോ? ആരെയാണ് തരാം? ആദിത്യൻ. ആദിത്യ കുട്ട, എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നടാ? പിന്നെ അടിപൊളിയായിട്ട് കേൾക്കാം, പറഞ്ഞു. ഓക്കെ, ഞാനപ്പോ ഒന്ന് പേര് തരാം. ഇവിടെ A ഉണ്ട്, B. AB എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട്. അതുപോലെ തന്നെ PQ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോഡും ഉണ്ട്. ഞാൻ സെന്റർ O ആയിട്ട് മാർക്ക് ചെയ്തു. ക്ലിയർ? അപ്പൊ ഈ 2 കോഡും ഈക്വൽ ആണ് കേട്ടോ. AB എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ PQ എന്ന് പറയുന്ന ആളും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവര് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് എത്രയായിരിക്കും? ഇപ്പൊ ഞാൻ ഇവിടെ പറയാണ്, ഇവിടെ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യം. എല്ലാവരും എന്റെ കൂടെ ഒന്നും കൂടി ഒന്ന് പറയോ? എല്ലാവരും എന്താണ്? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യം. തിയറം നമ്പർ 1 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൺ. സോ നമ്മൾ മൂവിങ് സെക്കൻഡ് തിയറത്തിലേക്ക് വരാണ്. എന്താണ് സെക്കൻഡ് തിയറം? ഒന്ന് വേഗം വായിച്ചു പോയടാ. ഇഫ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദി സെന്റർ ആർ ഈക്വൽ then the chords are equal. എന്താണ് അതിന്റെ മീനിങ്? ആർക്ക് പറഞ്ഞുതരാം? അറിയാവുന്നവർ റൈസ് ഹാൻഡ് ചെയ്യുക, ഒരു ചാറ്റ് തരിക. കുറെ റൈസ് ഹാൻഡ് ഉള്ളതുകൊണ്ട് അതിന്റെ കൂടെ ചാറ്റും കൂടി തന്നു കഴിഞ്ഞാൽ ഉപകാരം. സാർ വിളിക്കും. ആരാണ്? നെയ്മ. എന്താണ് തിയറം നമ്പർ 2? ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? എന്റെ മോളെ, പെർഫെക്റ്റ്. ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ച ആളിനെ തിരിച്ചു പറയുന്നു. ഇവിടെ 2 കോഡ് ഉണ്ട് കേട്ടോ. AB ഉണ്ട്, PQ ഉണ്ട്. ഇവന്മാര് ഈക്വൽ ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് ഈ 2 പേരും സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യണ ആംഗിൾസ് നോക്കിയപ്പോൾ ഇപ്പൊ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയും 60 ആണ്, ഇവിടെയും 60 ആണ്. അതായത് 2 കോഡുകൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ആ 2 കോഡ്സും എന്തായിട്ട് പറയാം? ഈക്വൽ ആയിട്ട് പറയാം. ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഡാറ്റ തന്നെ. ഇഫ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദി സെന്റർ ആർ ഈക്വൽ then the codes are equal. നമ്മൾ നേരത്തെ പഠിച്ച ആളെ ഒന്ന് തിരിച്ചു പറയും. ഓക്കെ അല്ലേ? ദെൻ തേർഡ് വൺ, തിയറം നമ്പർ 3. എന്താണ് ഇതിന്റെ മീനിങ്? ആർക്ക് പറഞ്ഞുതരാം? വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആവശ്യം വന്ന ഒരു തിയറമാണ്. എന്താണ് ഈ തിയറത്തിന്റെ മീനിങ്? ആർക്ക് പറഞ്ഞുതരാം? അറിയാവുന്നവർ റൈസ് ഹാൻഡ് ചെയ്തോടാ. ആരാണ്? ചിന്മയ്. ഓക്കെ, ചിന്മയ് പറയാടാ കൂടെ, എന്താണത്? ഞാനൊരു കോഡ് വരച്ചു. ഓക്കെ, ആ ലൈനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ ലൈനിന്റെ പ്രത്യേകത? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അല്ലെ, അതായത് 90 ഡിഗ്രിയിലെ ലെവലിൽ നമ്മൾ വരക്കുവാണെന്നുണ്ടെങ്കിൽ ആ കോഡിന് എന്ത് സംഭവിക്കും? ബൈസെക്ട് സംഭവിക്കും അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ ഞാൻ പറയാണ്, ഇവിടെ ടോട്ടൽ ഈ കോഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ ആ കോഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ കോഡ് എന്താവും? ബൈസെക്ട് ആവും. അതായത് എത്ര വെച്ചിട്ടാവും എന്ന് പറഞ്ഞു തരോ? എത്ര വെച്ചിട്ടാവും? ടോട്ടൽ 10 ആണെങ്കിൽ എത്ര വെച്ചിട്ടാവും? കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് എത്ര വരും? എത്ര വരും? അടിപൊളി, 5 5 അല്ലെ. ഈക്വലി കട്ട് ആവും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഡാറ്റ. തിയറം നമ്പർ 3, the perpendicular from the center of a circle to a chord bisects the chord. ഓക്കെ ആണോ? ദെൻ ഒരു 4-5 പേര് വീഡിയോ കണ്ടല്ല മക്കളെടാ, വീഡിയോ ചെയ്തരാ സാറേ, ഇടപെടണോ? ഓക്കെ, അവിടെ വന്നിപ്പോ ഓക്കെ, നല്ല ഭയഭക്തിയുള്ള പിള്ളേരാ. So theorem number 4. എന്താണ് theorem number 4? The line drawn through a center of a circle to bisect a chord is perpendicular to the chord. എന്താണ് അതിന്റെ മീനിങ്? ആർക്ക് പറഞ്ഞുതരാം? അറിയാവുന്നവർ വിളിക്കു സാർ. ആരാണ്? ഡിയോൺ. ഡിയോണെ കൂട്ടാ, എന്താണ് theorem number 4? ഒരു ലൈൻ സർക്കിളിന്റെ സെന്ററിൽ കൂടി ഒരു
കോഡിന്റെ ഇങ്ങോട്ട് വരച്ചാലാണ് അത് 90 ഡിഗ്രി ആവുക. യെസ്, അതായത് കൃത്യമായിട്ട് അത് നോക്കാട്ടോ. ദ ലൈൻ ഡ്രോൺ ത്രൂ ദി സെന്റർ ഓഫ് എ സർക്കിൾ. അപ്പൊ സെന്ററിൽ ഞാൻ ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഒരു ലൈൻ വരക്കാണ്. എങ്ങോട്ടാ വരക്കുന്നേ? ബൈസെക്ട് കൂടെ. ഓൾറെഡി ആ കോഡ് ബൈസെക്ട് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 8 ആണെന്നുണ്ടെങ്കിൽ 4 സെന്റിമീറ്റർ അത് എന്താവും? ഈക്വലി ബൈസെക്ട് ആയിട്ട് ഇരിക്കുക. ഞാൻ ഈ ബൈസെക്ട് ആയ സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എന്ത് ലൈനായിട്ട് മാറും? പെർപെൻഡിക്കുലർ ഇതായിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യരോ നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ച ആളെ തിരിച്ചു പറയുന്നതാണ്. ഓക്കെ അല്ലേ? ഡൺ, സെറ്റ് അല്ലേ? ഇനി മറന്നു പോരുത് കേട്ടോ. ദെൻ തിയറം നമ്പർ 5. എന്താണ് തിയറം നമ്പർ 5? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ equidistant ഫ്രം ദി സെന്റർ. എന്താടാ? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ equidistant ഫ്രം ദി സെന്റർ. ആർക്ക് പറഞ്ഞുതരാം? ഒന്ന് പറഞ്ഞു തന്നേ. ആരാ പറഞ്ഞുതരാൻ പോണേ? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ അറിയാവുന്നവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്തോട്ടോ. അറിയാവുന്നവരെല്ലാവരും ആൻ പറയൂ, എന്താണ് തിയറം നമ്പർ 5? അയ്യോ അയ്യോ അയ്യയ്യേ, അടുത്തൊരാളെ തരൂ. അഭിറാം പറഞ്ഞാണ് കൂട്ടാ, എന്താണ് തിയറം നമ്പർ 5? ഹലോ പറയ്, എന്താണ് തിയറം നമ്പർ 5? ഓ, പറയാൻ കുറെ കഷ്ടപ്പെട്ടല്ല. ഒന്നുമില്ല പറഞ്ഞു. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല, ആർക്കും അറിയില്ല. എടാ സിമ്പിൾ ആയിട്ട് പറഞ്ഞടാ, എന്താണ് ഈക്വൽ കോഡ്സ്? രണ്ട് കോഡുകൾ ഈക്വൽ ആണ്. അതെ, ഞാനിവിടെ പേര് പറയുന്നു. എ ഉണ്ട്, AB എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട്, PQ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോഡ് ഉണ്ട്. ക്ലിയർ? ഇവർ രണ്ടുപേരും ഈക്വൽ കോഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ ആണ്. അപ്പൊ ഞാൻ സെന്ററിൽ നിന്ന് ഞാൻ ഇവന്മാരുടെ ഡിസ്റ്റൻസ് നോക്കിയപ്പോ അവന്മാർ എന്തായിരിക്കും? ഇപ്പൊ 5 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? 5 ആയിരിക്കും. ക്ലിയർ? അപ്പൊ എന്താണ്? എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ. രണ്ട് കോഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യമാണ്, മറന്നു പോരുത് കേട്ടോ. ദെൻ ഇതേ ആളുടെ തന്നെ ഒന്ന് തിരിച്ചു പറയുന്നതാണ് അടുത്ത തിയറം നമ്പർ 6. എന്തായിരിക്കും? കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. ആർക്ക് പറഞ്ഞുതരാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ? ആരാണ്? ഇശലെ പറഞ്ഞോ, എന്താണ് തിയറം നമ്പർ 6? ഈക്വലാണെങ്കിൽ യെസ്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ ആളുടെ നേരെ തിരിച്ചു വരുന്ന ഒരാളല്ലേ. അപ്പൊ അതായത് രണ്ട് കോഡുകൾ ഉണ്ട്, ഇവന്മാർ ഈക്വൽ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ സെന്ററിൽ നിന്ന് ഇവന്മാരുടെ ഡിസ്റ്റൻസ് നോക്കിയപ്പോ ഇങ്ങോട്ടും 5 ആണ്, ഇങ്ങോട്ടും 5 ആണ്. അപ്പൊ അങ്ങനെ അർത്ഥം എന്താ? ആ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഈ രണ്ട് കോഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെ. കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കോഡ് ഈക്വൽ. തൊട്ട് മുമ്പിൽ നമ്മൾ എന്നാ പഠിച്ചേ? രണ്ട് കോഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഇവിടെ എന്താ പഠിച്ചേ? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കോഡ് ഈക്വൽ ആണ്. ഓക്കെ ആണെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെ. Then തിയറം നമ്പർ 7. എന്താണ് തിയറം നമ്പർ 7? ഇപ്പൊ എന്നെ കാണാതെ പഠിച്ച് കേൾപ്പിക്കണോട്ടോ. എല്ലാവരും ഇപ്പോ എന്നെ അതൊന്ന് കാണാതെ പഠിച്ച് കേൾപ്പിക്കണം. വേഗം ഒന്ന് വായിച്ച്. തിയറം നമ്പർ 7. The angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. എന്താണ് ഇതിന്റെ അർത്ഥം? ആർക്ക് പറഞ്ഞുതരാം? ദേ ഈ ഫിഗറൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ, ഒരു സർക്കിൾ, ഇത് സർക്കിളാണ്, ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ ഇവിടെ ഈ ആർക്കിൽ നിന്ന് ഞാൻ സെന്ററിലേക്ക് ഒരു ആംഗിൾ എടുക്കുവാണ് കേട്ടോ. ഇവിടെ ഞാനൊരു അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടും ഒരു സംഭവം എടുക്കാം. ഈ ആംഗിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ഇവിടെ AB എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ്, രണ്ട് പോയിന്റിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നു? സെന്ററിലേക്ക് ഞാൻ ഒരു ആംഗിൾ എടുക്കുന്നു. അതെനിക്ക് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ അതേ രണ്ട് പോയിന്റിൽ നിന്നും അതിന്റെ ബാക്കിയുള്ള ബാക്കിയുള്ള കോഡിലേക്കുള്ള ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം. സോ അത് 50 ആണെങ്കിൽ ഇവൻ എത്രയായിരിക്കും? ആർക്ക് പറഞ്ഞുതരാം? ആൻസർ അറിയാവുന്ന ഒരു ചാറ്റ് ബോക്സിൽ ഇട്ടോടാ. കുറെ പേര് ആൻസർ അയക്കുന്നുണ്ട്. ഓക്കെ, ശ്രീഹരി, അഭിറാം ഞാൻ വായിച്ചിട്ടാ. ഓക്കെ, അടിപൊളി. സാർ ആരെയാ തരാൻ പോണേ? വിധുനെ കുട്ട, സ്ക്രീനിൽ വേറെ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാ അപ്പൊ ഞങ്ങക്ക് മനസ്സിലാവും.
ഓക്കെ പറയ്. അയ്യോ പറയ്. എന്താണ് ഇത്? 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? പിന്നെ 25 അല്ലേ? ഉറപ്പാണോ? ഇമ്പോസ്റ്റൻ കിട്ടൂപ്പ. ഷോ അവൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? 100 ആയിരിക്കും. റൈറ്റ്. അപ്പൊ ഒരിക്കലും മറന്നു വരുന്നത് കേട്ടോ. സെന്ററിലുള്ള ആംഗിൾ ആയിരിക്കും എന്തെന്ന് പറയാ? ഡബിൾ എന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും ഈ ഫിഗർ വരാട്ടെ, ഇങ്ങനെ തന്നെ വരണം ഒരു നിർബന്ധം ഇല്ല. സോ ഞാൻ ഒരു സർക്കിളാണ്, സർക്കിൾ എടുക്കുന്നു. സെന്ററിൽ കേട്ടോ, ഡേ സെന്ററിൽ ഇവിടെ ഞാൻ 100 എന്ന് പറയുന്നു. ഇതേ 2 പോയിന്റ് എന്ന് ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഞാൻ ഇവിടെ O കൊടുക്കുന്നു. ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് മുട്ടിച്ചു വരക്കാം. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? ആർക്ക് പറഞ്ഞുതരാം? റിമൈനിങ് പാർട്ടാണ്. സെന്ററിൽ 100 ആണെങ്കിൽ ഈ പാർട്ട് എത്രയായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ, എത്രയായിരിക്കും വരാം? ഇപ്പൊ നമ്മൾ പഠിച്ച ആള് പല രീതിയിലാണ് ഫിഗർ മാറി മറിച്ചൊക്കെ വരാം. പക്ഷെ ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. സാർ എനിക്ക് ഒരാൾ തരോ? ആരെയാണ് തരാൻ പോണേ? ഷഹ്മ. ഓക്കെ, എന്താണ് 50? ഓ എന്താണ് പേടിച്ചു പറയണം? എന്താണ്? എവിടെ കൂട്ടുകാരിയില്ലേ? ഷഹ്മക്ക് ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ആള് എവിടെ ഉണ്ട് ഇപ്പോഴോ? ഓക്കെ ഡൺ. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളല്ലേ? യെസ്. ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ തിയറം നമ്പർ 7. ഇത് കാണാതെ പഠിച്ചവരൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്തടാ. എല്ലാവരും കാണാതെ പഠിച്ചവരൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്ത്. ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദി സെന്റർ ഈസ് ഡബിൾ ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. എക്സാമിന്റെ സമയത്ത് ഇവൻ 50 ആണെങ്കിൽ 100 എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് എഴുതി വെക്കരുത്. കൂടെ ഈ തിയറവും കൂടി എഴുതുമ്പോഴാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഡൺ. സോ പഠിച്ചു കഴിഞ്ഞെങ്കിൽ സാർ എനിക്ക് ഒരാൾ തരോ? നമുക്ക് തിയറം നമ്പർ 6 വെച്ചിട്ട് തിയറം നമ്പർ 7 ചോദിക്കാം. ആരാണ്? ആന്റണി കുട്ടാ പറഞ്ഞതാണോ തിയറം നമ്പർ 7 എന്ന് പറഞ്ഞേ? വേഗം വെള്ളം കുടിച്ചോ. എന്താ കേട്ടിട്ട് എനിക്ക് തന്നെ ശ്വാസം വിട്ടത്. ഓക്കെ, അടിപൊളി. സാർ നെക്സ്റ്റ് ആരാണ് സാർ? ആദിലെ പഠിച്ചു കഴിഞ്ഞാ? പറയ് ബുക്കിലേക്ക് നോക്കിയാ ഒന്നുമില്ല. സബ്റ്റൻഡ് ആണോ സബ്റ്റൻഡ് ആണോ? ഓക്കെ, സബ്റ്റൻഡ് പറയും. വൺസ് മോർ. കയ്യിന്ന് പോയി. കുഴപ്പമില്ല. ഞാൻ ഇനിയും കുറച്ചിറങ്ങി ഞാൻ തിരിച്ചു വരാം. സാർ അടുത്തൊരാൾ ആരാണ്? ഫെലിക്സ് കുട്ടാ പറയടാ, എന്താണ് തിയറം നമ്പർ 7? എടാ ഒന്നും മനസ്സിലാവണോ? പതുക്കെ പറയടാ. സാർ എന്തെങ്കിലും മനസ്സിലായ? സാറിന് മനസ്സിലായില്ല. ഒരു പ്രാവശ്യം കൂടി പതിയെ പറഞ്ഞേ. ഓ അടിപൊളി. സാർ നെക്സ്റ്റ് അനാമിക പഠിച്ചു കഴിഞ്ഞാ? അനാമിക വീടിന്റെ പുറത്തൊക്കെ ഇരുന്ന് ഭയങ്കര അല്ലേ? എന്നാലാണ് റേഞ്ച് കിട്ടുള്ളൂ. ഓക്കെ പറയും, എന്താണ് തിയറം നമ്പർ 7? The angle subtended by an arc at the center is double the angle subtended by it at any remaining part. അടിപൊളി. സാർ നെക്സ്റ്റ് അമാന പറയ്, എന്താണ് തിയറം നമ്പർ 7? Subtend. The angle subtended by the arc at the center is double the angle subtended by at any point at the remaining part of the circle. അടിപൊളി. സാർ ഒരാളെയും കൂടി. ഋഷികേഷ് കുട്ടാ പറഞ്ഞാളോ, എന്താണ് തിയറം നമ്പർ 7? The angle subtended by an arc at the center is double the angle subtended on any part of the remaining part of the circle. ഓക്കെ, അപ്പൊ ഈ കാണാതെ പഠിക്കുന്നതിന്റെ ഒപ്പം മനസ്സിലാക്കിയും കൂടി പഠിക്കാടാ. ഓക്കെ, എന്നാലും സന്തോഷം. ഇത്രയും പേര്. ബാക്കിയുള്ള റൈസ് ആൻഡ് ചെയ്യുന്നില്ലല്ലോ കുറച്ച് പേര്. സാർ അവരിന്ന് എനിക്ക് ഒരാളെ തരോ? റൈസ് ആൻഡ് ഇപ്പൊ റൈസ് ആൻഡ് ഒരൊക്കെ ഇങ്ങോട്ട് തന്നേക്കട്ടാ. ഇപ്പൊ റൈസ് ആൻഡ് കുറെ പേര്, അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് തന്നു. ഓക്കെ സാർ, എനിക്ക് ഒരാളെ തരൂ. റിഹാൻ. ഇവൻ ക്രിസ്ത്യാനോ ഫാനാന്ന് തോന്നുന്നല്ലേ? യെസ്, മെസ്സി ഫാൻ. ഒന്നുമില്ല. എന്താണ് തിയറം നമ്പർ 7?
The angle subtended by the ഇത് അയ്യോ നീ എഴുതിയെടുത്തടാ കുട്ട. ഓ മൈ ഗോഡ്, നീ ഞങ്ങളൊക്കെ വലിയടായിപ്പോലോടാ. മെമ്മറി ചെയ്തേക്ക. വേഗി തീറ എഴുതിക്ക്, വേഗി തീറ എഴുതി വെച്ച് പഠിച്ച്. The angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. Okay ആണോ? Done. തിയറം നമ്പർ 7 ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജാണ്. Then ഇനി നമ്മൾ പഠിക്കുന്നു തിയറം നമ്പർ 8, അതായത് മറ്റേ ആളായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ഈ ഒരു പാർട്ടിൽ നിന്നാണ് വരിക. നമ്മൾ ഇപ്പൊ പഠിച്ചില്ലേ, ഒരു സർക്കിൾ ഉണ്ട് സെന്ററിൽ. ഞാനിപ്പോ ഇവിടെ പറയാണ്, ഇവിടെ ഒരു 130 ആണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ എത്ര വരും, അതുപോലെ തന്നെ ഈ ആംഗിളും എത്ര വരും. ഞാൻ ഒരു പേരൊക്കെ തരാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, സെന്റർ നമുക്ക് ഓ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഈ രണ്ട് ആംഗിളുകൾ എത്ര വെച്ചിട്ടായിരിക്കും? മാർക്ക് പറഞ്ഞുതരാം സാർ. സൂര്യകുട്ടിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എത്രയായിരിക്കും ഈ ആംഗിൾ വരാം? എത്രയായിരിക്കും? ഡിവൈഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. എടേ ഒരാൾ ചെയ്യണത് ഒളിഞ്ഞു നോക്കണം എടുത്ത്. എടാ 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 ഇരട്ടകളെ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തേ. ആ വിഷ്ണു അവളുടെ നോക്കല്ലേ, സ്വന്തമായിട്ട് ചെയ്യും. ഓക്കെ, അവിടെ നമ്മുടെ സൂര്യ ആള് ആൻസർ പറയാൻ നിൽക്കുന്നുണ്ട്. എത്രയാടാ 130യുടെ ഹാഫ് എത്രയാ? പോയി സാർ, 65 ആണ്. ഇതും എത്രയായിരിക്കും അപ്പോ? 65 ആണ്. അപ്പൊ എല്ലാവരും നോക്കിയടാ, സെയിം സെഗ്മെന്റിലെ ആംഗിളുകൾ ആണെങ്കിൽ അവരെപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യരോ. അപ്പൊ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണ് ഇതേ ടൈപ്പ് ഒരു ഫിഗർ കാണുകയാണ്, അപ്പൊ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് വാട്ടവർ, അതേ 2 പോയിന്റ് തന്നെ ഇതേപോലെ വരുവാണെങ്കിൽ ഇപ്പൊ ഇവിടെയും ആംഗിൾ എത്ര തന്നെയായിരിക്കും? സെയിം ആണ്. ഇപ്പൊ ഞാനിവിടെ പറയുക ഇവിടെ 40 ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യമാണ്. ആംഗിൾസ് അല്ലെങ്കിൽ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇത് ഫുൾ അങ്ങ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. സെയിം സെഗ്മെന്റ് ആംഗിൾസ് എന്ന് റീസൺ കൊടുത്താൽ മതി. ക്ലിയർ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഒന്നും എഴുതണ്ട, സെയിം സെഗ്മെന്റ് ആംഗിൾസ് എന്നെങ്കിലും എഴുതി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് തന്നെ. ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. ദെൻ തിയറം നമ്പർ 9 ആണ്. ഇതത്ര ഞാൻ ഇതായിട്ട് പറയുന്നില്ല. സൈക്ലിക് കോഡിലാറ്ററൽ നമ്മുടെ അടുത്ത ഒരു പോർഷനിലേക്ക് വരികയാണ്. തിയറം നമ്പർ 10. എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ? ആർക്ക് പറഞ്ഞുതരാം? അത് പറഞ്ഞിട്ട് നമുക്ക് തിയറത്തിലേക്കൊക്കെ വരാം. ആരെയാണ് സാർ തരാൻ പോണേ? വേറെ ഇരട്ടകളുണ്ടോ ഇവിടെ? എന്റെ മോനെ വിളിക്ക്. വിഷ്ണുദേവ്. സാറല്ലേ പറഞ്ഞത്? ഞാൻ ഓരോരുത്തരുടെ ഓക്കെ. വിഷ്ണു ആരാണ്? വൈഷ്ണവി അല്ലേ? യെസ്, വിഷ്ണുദേവേടാ. വൈഷ്ണവി എഴുതണത് നോക്കിയാണ് നീ എഴുതണത്. ഓ പിന്നെ ആണാ? ഷോ, പക്ഷേ ഉണ്ടല്ലോ എക്സ്പ്രഷൻ കണ്ടാ നേരെ തിരിച്ചാന്ന് വിചാരിക്കുള്ളൂ. അവർക്ക് അഭിനയിക്കാൻ അറിയാം, നിനക്ക് അറിയാൻ പാടില്ല. ഓക്കെ, എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ പിടിച്ച്. എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ? എങ്കിൽ പിന്നെ അതങ്ങോട്ട് വാ തുറന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ എന്തിനും ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? ഓക്കെ, അപ്പൊ വൈഷ്ണവിക്ക് അറിയോ? 180 ഓപ്പോസിറ്റ്. ഞാൻ അതിലേക്ക് ഒന്നും പോണില്ല. ഒരു സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം. അപ്പൊ അതായത് സൈക്ലിക് ആവണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ? അല്ല, നമുക്ക് നോക്കാം. എന്തായാലും ട്രൈ ചെയ്തല്ല, നമുക്ക് ബാക്കി ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. സാർ ആരെയാ തരാൻ പോണേ? ദിയ. എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർക്കിൾ ഉണ്ട്, കോഡിലാറ്ററൽ ഉണ്ട്. ഇപ്പഴാ നിങ്ങളുടെ പൂർണ്ണമായിട്ടില്ല. സർക്കിളിന്റെ ഉള്ളിൽ കോഡിലാറ്ററൽ ഉണ്ട്. ഇതിപ്പോ ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആയല്ലേ? പിന്നെ ഈക്വൽ കോഡ്സ് ആവണം നിർബന്ധമുണ്ടോ? എന്തൊക്കെയോ എവിടെയൊക്കെ അറിയാം. സർക്കിൾ ഉണ്ട്, കോഡിലാറ്ററൽ, ഇതൊക്കെ വന്നു. പക്ഷെ ഇപ്പഴങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല. ആരാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്? സാറേ ആരാണ്? ഫാദിലെ കുട്ടാ പറഞ്ഞു കൊടുക്കറ. എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡ്മ്യൂട്ട് ചെയ്യും.
ഒരു ഫോർ സൈഡ് പോളിഗണും അതിന്റെ നാല് വെർട്ടീസസും ഇത്രേ ഉള്ളൂ. അവൻ പറഞ്ഞ ഐഡിയ കറക്റ്റ് ആണ്. ഒരു കോഡിലാറ്ററൽ നമ്മൾ വരക്കുവാണെന്നുണ്ടെങ്കിൽ കോഡിലാറ്ററൽ എന്ന് പറയുമ്പോൾ തന്നെ എത്ര സൈഡ്സ് ഉണ്ടാവും? 4 സൈഡ്സ് ഉണ്ടാവും. അപ്പൊ ഈ 4 വെർട്ടിസസും എവിടെയായിട്ട് മീറ്റ് ചെയ്യണം? ഒരു സർക്കിളില് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പേര് പറയുക? അവര് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയാം. അപ്പൊ കോഡിലാറ്ററൽ എന്തും ആവാട്ടോ, ഈക്വൽസ് കോഡ്സ് ആവണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നും ഇല്ല. സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡിലാറ്ററലിന്റെ 4 വെർട്ടിസസും എവിടെ ടച്ച് ചെയ്യണം? ഒരു സർക്കിളിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പേര് പറയാം? അത് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയാം. സോ തിയറം നമ്പർ 10 എന്താണ്? തിയറം നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ റോസേ എന്തോ ആൻസർ പറ. എന്താണ് തിയറം നമ്പർ 10 എന്നൊന്ന് പറഞ്ഞു? ഞാനൊന്നും കേട്ടിട്ടില്ല സാർ. അല്ലേ വേറെ എന്ത് പരിപാടിയിലല്ലേ? ചേച്ചി ഒന്നും അറിയാത്ത ചേച്ചിയാണ് അനിയത്തിയാണ് ആ പോണത്? ആരത്? ഓക്കെ, എന്താണ് തിയറം നമ്പർ 10 എന്ന് പറഞ്ഞു? വായിച്ചിട്ട് പറയും. The sum of either pair of opposite angles of a cyclic quadrilateral is 180 degree. എന്താണ്? ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു. സൈക്കിളാ? ആണല്ലേ? അപ്പൊ ഇവനും എടുക്കുക. ഞാൻ ഇവിടെ എക്സ് എടുക്കുകയാണ്, ഇവിടെ ഒരു 130 എടുക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എത്ര ഇരിക്കും? എക്സ് ആർക്ക് കമന്റ് ചെയ്യാം? ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. എത്രയാടാ? ആളെ തന്നെ വിളിക്ക്. ആളെ തന്നെ ഇല്ല ഇത് പറഞ്ഞു. ലിറ്റിൽ ആൻസർ പറയും. ആണോന്നാ? അതെങ്ങനെ 50 ആയേ? യെസ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണെങ്കിൽ അവരുടെ ഒപ്പോസിറ്റ് ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലെ? ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പൊ നമുക്കറിയാം 130 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 130നെ നേരെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് വരും? 180 മൈനസ് 130 വിച്ച് ഇസ് ഈക്വൽ ടു 50. എക്സാമിനൊക്കെ എഴുതും ഇതേപോലെ എഴുതണം കേട്ടോ. ഐഡിയ നിങ്ങൾക്ക് എന്തായാലും അറിയും എന്ന് എനിക്ക് പറയാം. ഓക്കെ ആണോ? ഡൺ. ഓക്കെ ആണെങ്കിൽ ഒരു രാജാ. സോ അങ്ങനെയാണെങ്കിൽ തിയറം നമ്പർ 11 അടുത്തത് ക്വസ്റ്റ്യനില് നിങ്ങളുടെ അടുത്ത് സൈക്ലിക് ആണ്, ഒരു കോഡിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഒപ്പോസിറ്റ് പെയറുകൾ, ഏതെങ്കിലും ഒപ്പോസിറ്റ് പെയറുകളുടെ ഇത് സം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറടാ? 180 ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ആ കോഡിലാറ്ററൽ സൈക്ലിക് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് വേഗം എഴുതിക്കുക എല്ലാവരും. ദ സം ഓഫ് എ പെയർ ഓഫ് ഒപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ കോഡിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ദ കോഡിലാറ്ററൽ ഈസ് സൈക്ലിക്. എന്തായിരിക്കും? ഇതൊന്ന് പഠിച്ചു പോകണം കേട്ടോ. The sum of pair of opposite angles of a quadrilateral is 180 degree. The quadrilateral is cyclic. ഫത്വാനെ കൂട്ടാ എഴുതുമല്ലേടാ? എഴുതടാ, എഴുതി പോടാ. അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ഇനി 6:30 നേരെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എനിക്ക് നിങ്ങളായിട്ട് എനിക്ക് തിയറംസും ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം. ഡൺ? എഴുതി കഴിഞ്ഞോ? ആരാണ് സാർ? ഫെലിക്സ്. ഫെലിക്സ് ചോദിച്ചോളോ? ഫെലിക്സ് വേഗം അൺമ്യൂട്ട് ചെയ്യും. ചോദിക്കാളോ? ഓയ് എന്താണ് ഇപ്പൊ അത് എവിടെ നിന്ന് കിട്ടിയോ ഡൗട്ട്? ഓ, എന്നെ ചലഞ്ച് ചെയ്യുവാണോ? ഞാനിത് ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് സംശയങ്ങൾ? ഓക്കെ, ഷയാൻ എഴുതി കഴിഞ്ഞ എല്ലാവരും തിയറം നമ്പർ 11. സർ വിൽ യു കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ ടുഡേ? നോ, നാളെയും കൂടി നമ്മൾ ഈ ചാപ്റ്റർ എടുക്കൂടാ. 2 ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യുക. ഡൺ. 2 ദിവസമായിട്ട് നമുക്ക് പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ ആണോ? ഡൺ. യെസ്. സോ അടുത്തത് ആംഗിൾ ഓൺ എ സെമി സർക്കിൾ. ഓക്കെ, ഡൗട്ടാണ്. ഓക്കെ, വിളിച്ചോ, ചോദിക്കടാ. എടാ ഒറ്റൊരു ഐഡിയ ഉള്ളൂ. എന്താണെന്നറിയോ? ഞാനിപ്പോ ഒരു കോഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ടോട്ടൽ സം എത്രയായിരിക്കും എന്നറിയോ? എത്രയായിരിക്കും? 360 ആയിരിക്കും. എത്രയായിരിക്കും? 360 ആയിരിക്കും.
ഇപ്പോ ഞാൻ ദേ ഇവിടെ ഇവന്മാരുടെ രണ്ടുപേരുടെയും സം എന്ന് പറയുന്നത് 180 ആണെന്ന് വിചാരിച്ചു. 180 എന്തായാലും ആവണം, എന്നാലാണല്ലോ അത് കോഡിൽ ഇതാവുള്ളൂ, സൈക്ലിക് ആവുള്ളൂ. ഒറ്റ കാര്യം ആലോചിച്ചു, ടോട്ടൽ 360 അല്ലടാ കൂട്ടാ. അതിൽ ഓൾറെഡി 180 ഇപ്പൊ പോയില്ലേ, ബാക്കി എത്രയുണ്ട്? 180. അപ്പൊ ഇവന്മാരും എത്ര തന്നെ ആയിരിക്കും? 180 തന്നെ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഏതെങ്കിലും ഒരു പേര് 180 ആയാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പേരും എന്ത് തന്നെയായിട്ട് മാറും? കോഡിലാണെങ്കിൽ 180 ആയിട്ട് തന്നെ മാറും. ഐഡിയ കിട്ടിയ? ഡൺ. സോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വേഗം നോട്ട് ചെയ്ത് പോകണം. ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ആദ്യം പോകണ്ട. നമ്മൾ ആദ്യം ഇത്രയും പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എനിക്ക് ഓരോ തിയറംസ് ആയിട്ട് പറഞ്ഞു തരണം സാർ. എനിക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്തേ എല്ലാവരും. സാർ എനിക്ക് ഓരോരുത്തരായിട്ട് തരുമോ? ആരെയാണ് തരാൻ പോണേ? സൂര്യ. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തരണം കേട്ടോ. എന്താണ് ഈ തിയറം ഒന്ന് കാണാതെ പറയാൻ പറ്റുമോ നോക്കി? തിയറം നമ്പർ 1. എല്ലാവരും ഇത് എനിക്കൊന്ന് കാണാതെ പറഞ്ഞു കേൾപ്പിച്ചു തരണോ എല്ലാവരും? Equal chords of a circle subtend equal angles at the center. അത് ഞാനിപ്പോ അവിടെ കാണിച്ചുകൊണ്ടല്ലേ ഇത് ഇത്ര പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി കാണിക്കാതെ ചോദിക്കുന്നു. സാർ എനിക്ക് അടുത്തൊരാളെ തരുമോ? ആ ചോദിക്കുക, എന്താടാ? വേർട്ടിസസ് എന്ന് പറയുന്നതിന്റെ മൂലം, അറ്റം. ഇപ്പൊ ഞാൻ പറയുവാണ്, ഈ ബുക്ക് ഉണ്ട് വിചാരിക്കുക. ഇതൊരു എന്ത് ഷേപ്പ്? അത് റെക്ടാംഗിൾ. ഈ 4 ഇത് കണ്ട, ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? വേർട്ടിസസ് എന്ന് പറയാം. ക്ലിയർ? ഡൺ. സോ എന്താണ് സാർ തിയറം നമ്പർ 1? ഇപ്പൊ ആള് പറഞ്ഞു. സാർ എനിക്ക് ഒരാൾ തരുമോ? ഫിസാൻ എടാ, 2 കോഡുകൾ ഈക്വൽ ആണെങ്കിൽ സെന്ററിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും എത്ര ആയിരിക്കും? രാമായണം മൊത്തം കഴിഞ്ഞിട്ടും സീതാരാമന്റെ ആരാന്ന് പറഞ്ഞേ? എടാ 2 കോഡുകൾ ഈക്വൽ ആണെങ്കിൽ അവര് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും എത്ര തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് 100 ആവാം, 90 ആവാം, എന്തു വേണമെങ്കിലും ആവാം. ഓക്കെ ആണോ? ഈ 100 90 ഒക്കെ അവിടെ കിട്ടിയടാ. ഒന്ന് പോയടാ, എന്തുടാ പറ. സാർ അടുത്തൊരാൾ ആരാണ്? ജോയൽ. ജോഹാൻ. ഓക്കെ, സോറി ജോഹാൻ. എടാ 2 കോഡുകൾ ഉണ്ട്. ഇവര് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ സെയിം ആണെന്ന് വിചാരിച്ചു. അപ്പൊ കോഡുകളും എന്തായിരിക്കും? പിന്നെ ഉറപ്പാണോ? ഓക്കെ, അതാണ് തിയറം നമ്പർ 2. 2 കോഡുകൾ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിളുകൾ സെയിം ആണെങ്കിൽ ആ കോഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളുടെ തിയറം നമ്പർ 2. സാർ നെക്സ്റ്റ് ഒരാൾ ആരാണ്? സിയ. ഞാൻ മോളുടെ അടുത്ത് പറയാണ്, ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. ക്ലിയർ? 15 സെന്റിമീറ്റർ ആണ്. ഞാൻ സെന്റർ ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എത്ര വെച്ചിട്ടായിരിക്കും? 7.5. സോ ഫാസ്റ്റ്. 7.5. ക്ലിയർ? ഇനി വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെ ഒരു കോഡ് ഉണ്ട്, ഇവിടെ ഒരു കോഡ് ഉണ്ട്. ക്ലിയർ? സെന്റർ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരക്കുന്നു, ഇങ്ങോട്ട് വരക്കുന്നു. എനിക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ ആണ് ഈ തരാൻ പോകുന്നത്. ഒരു സർക്കിൾ ഉണ്ട്, 2 കോഡ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ലൈൻസിലായിരിക്കും. എന്തായിരിക്കും നമ്മൾ പറയുക? പെർപെൻഡിക്കുലർ ലൈൻസിലാണ്. എനിക്ക് ഇത് കണ്ടുപിടിക്കണം. ഞാൻ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് തരാൻ പോണത് റേഡിയസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ റേഡിയസ് 5 ആണ്. എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. ഒരു കോഡ്, ഞാനിപ്പോ ഒരു കോഡ് തരാണ്. AB ഉണ്ട്, അതുപോലെ തന്നെ CD ഉണ്ട്. AB-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 8 ആണെന്ന് വിചാരിക്കുക. അതുപോലെ BC-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണെന്ന് വിചാരിക്കുക. എന്താണ്? AB-യുടെ ലെങ്ത് 8 ആണ്, BC-യുടെ ലെങ്ത് 6 ആണ്. ഞാൻ മോളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഈ 2 കോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനി ഐഡിയ? 8 - 6 അല്ല. അതെങ്ങനെ ചെയ്യാന്ന് എല്ലാവരും കേട്ടിരിക്കോടോ. നമ്മുടെ കയ്യിൽ സെന്ററിൽ നിന്ന് നമ്മൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള, അതായത് നമ്മുടെ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് വരക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? 5 ആയിരിക്കും. നമ്മൾ എപ്പോഴും ഡിസ്റ്റൻസ് എപ്പോഴും എന്തിലായിരിക്കും പറയാ?
പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും പറയാം. ഇതിലായിരിക്കും പറയാടാ പെർപെൻഡിക്കുലർ ലൈൻ. അത് ഇങ്ങോട്ടാണെങ്കിലും പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും നമ്മൾ പറയാം. ക്ലിയർ? ഈ ഒരു ഐഡിയ കിട്ടിയോ? ഈ ഐഡിയ കിട്ടിയ ഒരു ആച്ചോ ഡൺ. ഇതാണ് നമ്മൾ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? കോഡിന്റെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്റർ ആണെന്ന് തന്നല്ലേ. അപ്പൊ ഒരു ഐഡിയ ആലോചിച്ച് നോക്കിയേ, ഇത് എത്രയായിരിക്കും? ആർക്ക് പറഞ്ഞുതരാം ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും. അതുപോലെ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് എത്രയായിരിക്കും? ആർക്ക് പറഞ്ഞുതരാം? അറിയാവുന്നവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്തു. സാർ എനിക്ക് ഒരാളെ തരോ? അനന്തിത. അനന്തിത ഹായ്, അരങ്ങേറ്റം കഴിഞ്ഞോ? എന്നായിരുന്നു? അയ്യോടാ, ഓക്കെ. അന്ന് ഞങ്ങളടുത്ത് പറഞ്ഞതാണ് അരങ്ങേറ്റത്തിന് ഞങ്ങളൊക്കെ വിളിക്കാം. മറന്ന് അത്ര ഉള്ളു സാർ. ഓക്കെ, അത് പോട്ടെ. ഇത് പറയും, ഇത് എത്രയായിരിക്കും? ഈ ഒരു ഞാനിവിടെ വല്ല എം എന്ന് തരാം, ഇത് ഞാൻ എൻ എന്ന് തരാം. എത്രയായിരിക്കും? ബി എമ്മിന്റെ ലെങ്ത് എത്ര വരും? 4 ആണ്. അത് എന്തുകൊണ്ടാ 4 ആയേ? അതിനൊരു തിയററ്റിക്കൽ വശം ഉണ്ടല്ലോ. എന്താണ് ആ തിയററ്റിക്കൽ വശമാണ് തിയറം നമ്പർ 3 എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ബി സി ഏട്ടാ, ഇത് ബി ആയിട്ട് എടുത്തു. ബി സി അല്ല, സി ഡി ട്ടാ. സോറി. അവിടെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അടിപൊളി, താങ്ക്സ്. ആ ഒരു കറക്ഷൻ കാണിച്ചു തന്നില്ല. സോ എന്താണ് ബി? നമുക്കറിയാം, എല്ലാവരും ഇതൊന്ന് പഠിച്ചു പോയി. എല്ലാവരും the perpendicular from the center of a circle to a chord bisects the chord. ആ ഒരു റീസൺ എഴുതണം കേട്ടോ. അപ്പൊ നമ്മൾ എഴുതുന്നു 8ന്റെ പകുതി 4 ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ അടുത്തത് നമുക്ക് ഇവിടെ 6 ആണ് തന്നേക്കുന്നത്. നമ്മൾ ഇവിടെ എത്രയായിരിക്കും? എല്ലാവരും ഒന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിടാം. ഈ എന്നും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. റൈറ്റ്? അത്ര ഓക്കെ ആണെങ്കിൽ ഒരു ആറ്റ് തരോ? ഇനി എങ്ങനെ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? എനി ഐഡിയ? നിങ്ങളായിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞു തരോ? എങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? സിദ്ധാർത്ഥ കൂട്ടാ പറഞ്ഞോ, എങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം. എല്ലാ മക്കളും ഒന്ന് ഇവിടെ നോക്കിയടാ. കുറെ തവണ എക്സാമുകൾക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമുക്ക് ഇങ്ങനെയായിരിക്കും അവർ തരാം. 2 കോഡ്സിന്റെ ഡിസ്റ്റൻസ് തരും. സെൻട്രിൽ നിന്നുള്ള ഇത് റേഡിയസ് ആണെന്ന് അറിയാം, ഇവന്മാരെ ബൈസെക്ട് ചെയ്യുന്ന അറിയാം. ഇത് പൈതഗോറസ് തിയറം അല്ലേ? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 90 ഡിഗ്രിയുടെ ഒപ്പോസിറ്റ് കിടക്കുന്ന ആൾ ആരായിരിക്കും? ഹൈപ്പോടെന്യൂസ് ആയിരിക്കും അല്ലെ. അപ്പൊ മറ്റേ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി സാർ? അടുത്തൊരാളെ തരുമോ? അതുലെ കൂട്ടാ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി എന്താണ് ഇക്വേഷൻ? ഹൈപ്പോടെന്യൂസ്, ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ഇക്വേഷൻ വെച്ച് പറഞ്ഞു തരാൻ പറ്റും? ഓ ഇന്നെ മറന്നുപോയത്, അറിയാൻ പാടില്ല. ഓക്കെ സാർ, എനിക്ക് അടുത്തൊരാളെ തരൂ. അഭിനവ് കൂട്ടാ വേഗം പറഞ്ഞു തന്നോ, എങ്ങനെ ചെയ്യും? എന്താണ് ഇക്വേഷൻ? എച്ച് സ്ക്വയർ. ഓക്കെ, യെസ്. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് എന്താണോ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് അവനെ വെച്ചിട്ട് മൈനസ് ചെയ്യാം അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, ബേസ് ആണെങ്കിൽ ബേസ് സ്ക്വയർ. റൈറ്റ്? അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആൻസർ വരാൻ പോകുന്നടാ? റൂട്ട് ഓഫ്. പോയവൻ വിളിക്ക്. എത്ര വരും? നീ തന്നെ പറഞ്ഞു ആൻസർ. എത്ര? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. റൈറ്റ്? അപ്പൊ എത്രയാണ് വരാ? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 25 minus 16 which is equal to 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? 3 കിട്ടും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലേക്ക് വരാം. ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെടാ? ഒന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കാവോ? ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും എന്തായിരിക്കും വരാം? സാർ എനിക്ക് ഒരാളെ തരോ? ആരെ തരാൻ പോണേ? ആരാണ്? ശ്രാവണെ കൂട്ടാ, എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് വരാം? യെസ്, റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ which is equal to root of 25 minus 9 which is equal to root 16. എത്രയാണ് റൂട്ട് 16 എന്ന് പറയുന്നത്? 4 ആയിരിക്കും. ക്ലിയർ? അപ്പൊ അതെ ഈ ഒരു ഡിസ്റ്റൻസ് 4 കിട്ടി. അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് പറഞ്ഞു വേഗം. എത്രയായിരിക്കും? കൈ കൊണ്ടൊന്ന് ആക്ഷൻ കാണിച്ചില്ല എല്ലാവരും. ഇവിടെ 3, ഇവിടെ 4. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയെങ്കിൽ നല്ലൊരു രാജാണ്.
ഡൺ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മെയിൻ സംഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഇനി ഇത് മറന്നു പോകരുത് കേട്ടോ. എഗെയിൻ നമ്മൾ ഇതൊക്കെ ആലോചിച്ച് വെക്കുക. ഇത് തിയറി നമ്പർ 7 വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതെല്ലാവരുടെ ഐഡിയയിൽ ഉണ്ടാവും. ഞാൻ ഒരു കുഞ്ഞ ഐഡിയയും കൂടി തരുന്നു. ഞാൻ ഇവിടെ ഒരു സ്ഥലം ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഐഡിയയും കൂടി തരാം. എല്ലാവരും ഒറ്റ മിനിറ്റ് നോക്കോ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. ക്ലിയർ? ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ക്ലിയർ? ഇവിടെ ഞാൻ പറയാണ് ഇവന്മാരൊരു 13, ഇവന്മാരൊരു 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എനിവൺ? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് കുറച്ചു പേർക്കെങ്കിലും അറിയേണ്ട കാര്യമാണ്. എത്രയായിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്? എനിക്ക് ഈ ഒരു ആംഗിൾ ആണോ വേണ്ടത്. ആരാണ് സർ? ആര്യൻ എത്ര വരും അത്? 130. അതെങ്ങനെയാണോ 130 ആയേ? നിനക്ക് ആ ഒറ്റയടിക്ക് എങ്ങനെയാ പറയാൻ പറ്റിയേ? അത് alternate angles with triangle എന്താ പറയാ, ഒരു portal angle എപ്പോഴും സംഭവം ഓൾട്ടർനേറ്റ് ആംഗിൾ ആണോ? അങ്ങനല്ല, എനിക്ക് പറയാൻ മനസ്സില്ല. പക്ഷെ ഐഡിയ കിട്ടി. ഓക്കെ ഡൺ. നമ്മൾ എല്ലാവരും ഒറ്റ മിനിറ്റ് ആലോചിച്ച് നോക്കോ. നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരാള് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി, യെസ് അത് തന്നെയാണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ആംഗിൾ എനിക്ക് അറിയില്ല, ഇവൻ ബാക്കി 2 പേരെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളിന്റെ എക്സ്റ്റീരിയർ, തരാത്തൊരു ആംഗിളിന്റെ എക്സ്റ്റീരിയർ, ആ ഒരു ആംഗിൾ ഇല്ലേ, ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ബാക്കി ആ ട്രയാങ്കിളിലെ ബാക്കി 2 പേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഇവനെ 130 എന്ന് പറഞ്ഞു കിട്ടും. ഐഡിയ കിട്ടിയെങ്കിൽ ഒരു ആറ്റരോ. ഡൺ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവന്മാരൊന്ന് മാറ്റി തരാം. എനിക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കമന്റിൽ ഇട്ടതാ. ഇവിടെ ഒരു 45 ആണ്, ഇവിടെ ഒരു 55 ആ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ചാറ്റ് ബോക്സ് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. കൂട്ടിത്തെറ്റിക്കല്ലേ. എത്ര വരും? 45 + 55 എത്രയായിരിക്കും സാർ? ഒരാളെ തരൂ. ആരാണ്? അമീർ എത്ര വരൂടാ? യെസ്, സിംപിളി ഇത്രയേ ഉള്ളൂ, 100 ആയിരിക്കും. ഡൺ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരെണ്ണം സാർ എനിക്ക് ഒരാളെ തരോ? ആരാണ്? ജുവാനെ കൂട്ടാ. ഈ ആംഗിൾ എത്ര ആയിരിക്കും? എക്സിന്റെ അല്ല, ഈ ഒരു ആംഗിൾ. എടാ അതാണോ ഇത്ര നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇത്ര നേരം പഠിപ്പിച്ചെന്നാ ഈ ഒരു ആംഗിൾ എനിക്ക് അറിയില്ല, ഇത് എത്രയാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവന്റെ എക്സ്റ്റീരിയർ ആംഗിൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള 2 ആംഗിൾ ഇല്ലേ, അവന്മാരെ സം ചെയ്താൽ മതി. അപ്പൊ എത്രയായിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്? x + y ആയിരിക്കും. ഐഡിയ കിട്ടിയെങ്കിൽ ഒരു നല്ല രാജ നീ. സോ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാർ. യെസ്, പിന്നെ ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് ഞാൻ തരുന്നു കേട്ടോ. ഇത് ആൾക്കാരുണ്ട്. ഇവന്മാർ 2 പേരും എന്താണ്? പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവന്മാർ ഇങ്ങനെയൊക്കെ ഒന്ന് വരക്കുവാണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും മക്കളെ? ആണോ? 2 പേര് പാരലൽ ആട്ടോ. എ ഉണ്ട്, ബി ഉണ്ട്, അതുപോലെ തന്നെ സി ഉണ്ട്, ഡി ഉണ്ട്. ഇവർ 2 പേരും പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ മാത്രമാണ് ഈ കണ്ടീഷൻ ഞാൻ ചോദിക്കുള്ളൂ. എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ ഇവർ 2 പേരും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട് ഈക്വൽ ആണ്? ആർക്ക് പറഞ്ഞു തരാം? സാർ വിളിക്ക്. ആരെയാ തരാൻ പോണേ? ആരാണ്? സൽമാൻ എന്തായിരിക്കും? ഈക്വൽ ആണോ? ഇവർ 2 പേരും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? നീ എന്തിനാണ് ഇപ്പൊ റീസൈൻഡ് ചെയ്തത്? ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈക്വൽ ആയേ? പാരലൽ ആയത് അതിനൊരു റീസൺ ഉണ്ട്. എന്താണ് ആ റീസൺ? നീ ബാക്ക് ബെഞ്ചർ ആണല്ലേ? എടാ അതിനൊരു റീസൺ ഉണ്ട് സാർ. എനിക്ക് ആര് പറഞ്ഞു തരും? നീ കേട്ടിരിക്കട്ടാ ആ റീസൺ. ആര് പറഞ്ഞു തരും? ഇത്രയും ടാറ്റ തന്നെ സാർ. ആരെങ്കിലും ഒരാളെ വിളിക്കും സാർ. ഇപ്പൊ ആന് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ആ റീസൺ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ 2 സൈഡ്സ് അല്ലെങ്കിൽ 2 സൈഡുകൾ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ 2 ആംഗിൾ, അതുപോലെ തന്നെ തിരിച്ചും പറയാം കേട്ടോ, ഇവന്മാരും ഇവനും എന്തായിരിക്കും? ഈക്വൽ ആണ്. അതിന് റീസൺ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ നല്ലൊരു രാജ്യമാണ് എല്ലാവരും. സോ സർക്കിൾസിന്റെ ബേസിക് ഓക്കെ ആയോ? അടുത്ത നാളെ വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഞാൻ ചോദിക്കും. അപ്പൊ പറഞ്ഞുതരോ? എനിക്ക് പറഞ്ഞുതരോ? ഡൺ, സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈവനിങ് ബാച്ച് നമുക്ക് 6:30 കാണാം. മോർണിംഗ് ബാച്ച്